ഇതിപ്പോൾ ബാക്ക് വാഷ് ചെയ്താണ് കേട്ടോ. പുതിയ സിലിണ്ടർ വെച്ചിട്ട് ഇപ്പോൾ ബാക്ക് വാഷ് ചെയ്ത വെള്ളത്തിൻ്റെ അവസ്ഥയുണ്ട് ഈ കാണുന്നത്. ഇത് നോക്കിയാൽ ഇത്രയും ചെളി നോക്കിയാൽ അടുപ്പിച്ചിരുന്നാണ്ടാ അത്രക്ക് ചെളിന് വരുന്നത് കേട്ടോ. അതല്ലാണ്ട് ഇത് പഴയതല്ല 2 ദിവസത്തെ എങ്ങനെ എടുത്ത് ഇതിപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ ഇത് സെറ്റ് ചെയ്തിട്ട്. ഇപ്പം തന്നെ ടാങ്കിൽ വെള്ളം അടിച്ച് കയറ്റിയിട്ടുള്ളൂ. ആ വെള്ളം ബാക്ക് വാഷ് ചെയ്തപ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ പുതിയ സിലിണ്ടർ വെച്ചിട്ടുള്ള ബാക്ക് വാഷ് ഉണ്ട്. അല്ലാണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ അല്ല ഇത്. ഇതിപ്പം തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അടയാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും 2 ദിവസമൊക്കെ എത്തുമ്പോൾ എന്തായാലും ബാക്ക് വാഷ് ചെയ്തോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഞാനിന്ന് വന്നേക്കണത് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് അഞ്ചങ്ങാടി എന്ന സ്ഥലത്തുണ്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇവിടെ വീടുമ്പോൾ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഇവിടെ ഓവർഫ്ലോ വീഴണ വെള്ളം, അതായത് ഈ സൺസൈഡുമ്പോൾ വീഴണ വെള്ളം തെറിച്ചിട്ട് വീടുമ്പോഴുള്ള കറയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അത്രയും വെള്ളം പ്രശ്നത്തിലാണ്. അപ്പോൾ ഇവിടെ നേരിട്ട് വെള്ളം ടാങ്കിലേക്ക് അടിച്ച് കയറ്റാൻ പറ്റില്ല. അങ്ങനെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഈ പൈപ്പുകളൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുറത്തൊരു ടാങ്ക് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ആദ്യം നിറക്കും. അതിന് ശേഷം ആ വെള്ളം നല്ല ഊറി വെള്ളം തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് ആ വെള്ളമാണ് മുകളിലേക്ക് അടിച്ചു കയറ്റണം കേട്ടോ. അത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്തിന് നമ്മൾ ഇന്ന് ഫിൽറ്റർ വെക്കാൻ വന്നേക്കണത്. ഫിൽറ്റർ നമ്മൾ വെക്കണമെന്ന് പറഞ്ഞാൽ 1354 ടാറ്റയുടെ വെസലിന് നമ്മൾ വെക്കണത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം എന്തോരം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ താഴെ ഞങ്ങളെ കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവരെന്തെന്ന് അറിയോ, ഈ 1000-ൻ്റെ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിടും. എന്നിട്ട് ഈ 1000-ൻ്റെ ടാങ്കിൽ നിന്ന് മുകളിൽ ഒരു 500-ൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം അടിക്കാനാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇത് കുറേ വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം 1-2 വർഷം ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് ഇങ്ങനെ കണ്ടിട്ട് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് അതിപ്പോൾ മുകളിൽ നേരിട്ട് അടിച്ച് കയറ്റാത്ത നേരിട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് കയറ്റുമ്പോൾ മൊത്തം കലങ്ങിയ വെള്ളമാണ് 1/2-3 മണിക്കൂർ വന്നുകൊണ്ടിരിക്കും. പൈപ്പിൽ കൂടി 1/2-3 മണിക്കൂർ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവിടുത്തെ ആ വെള്ളം ഊറിയതിന് ശേഷം മാത്രം അടിക്കാൻ പറ്റുള്ളൂ. അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ആവശ്യം വന്നാൽ പിന്നെ കുളിക്കുന്ന സമയത്തൊക്കെ പ്രശ്നം കലങ്ങിയതുപോലെ. അതുകൊണ്ട് ഇത് ഊറിക്കിടക്കാൻ വേണ്ടി ആദ്യം ഇതിൽ അടിച്ചിടും അല്ലെ. എന്നിട്ട് ഊറിയ വെള്ളം ശേഷം അടിച്ചിടും. അപ്പൊ പിന്നെ അധികം കലങ്ങിയ വെള്ളം വരൂല. പക്ഷെ കളറുണ്ട്. അപ്പേ നമ്മ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്ട. അപ്പോൾ നമ്മ വെസൽ നിറയ്ക്കാൻ പോകണം. ഫസ്റ്റ് നമ്മ 1/2 ഇഞ്ചിൻ്റെ സൈലക്സിന് ഫസ്റ്റ് ഇടാൻ പോകണം കേട്ടോ. നമ്മ സൈലക്സ് 1/2 ഇഞ്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ 1/4 ഇഞ്ചിൻ്റെ സൈലക്സ് ഇട്ട് ഇടാൻ പോണത്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഐറ്റംസിന് നമ്മൾ ഇടാൻ പോണത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ സൈലക്സും 1/4 ഇഞ്ചിൻ്റെ സൈലക്സ് ഇട്ട് കഴിഞ്ഞിട്ടാ ഇനി നമ്മൾ ഫൈൻ സാൻഡ് ഇടുന്നത്. ഫൈൻ സാൻഡ് നമ്മൾ അടുത്ത് 3ാമത്തെ സെക്ഷൻ ഇട്ടാ ഫൈൻ സാൻഡ് ഇടുന്നത് കേട്ടോ. ഇതേ ബാക്ക് വാഷ് 3 ദിവസത്തുമ്പോൾ ഒക്കെ ചെയ്തോട്ടൂടെ. കാരണം അത്രയും പ്രശ്നമാണ്. 3 ഐറ്റംസ് ഇട്ട് കഴിഞ്ഞിട്ടാ 4ാമത്തെ ഐറ്റംസ് കറ്റ്ലോക്സ് ലൈറ്റ്. ഇതാണ് കറ്റ്ലോക്സ് ലൈറ്റിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇടുന്നത് കേട്ടോ. മെയ്ഡ് ഇൻ ജർമ്മനിയാണ് നമ്മൾ ഇടാറുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അതാണ് സംഭവം കേട്ടോ. അല്ലല്ല ഇതല്ല കരി വേറെ ഉണ്ട്. ഇത് നമ്മളെ ഈ മഞ്ഞ കളർ കളയണത് അയൺ റിമൂവറാണ്. നമ്മളെ കെറ്റ്ലോക്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോഴത്തെ അതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസ് വന്നിട്ടുണ്ട്. ഇനി ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ബാക്കി. ഓക്കെ. ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടോ നമ്മൾ അടുത്ത് തരുന്നത്. അപ്പോൾ 5 ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അയൺ റിമൂവർ ഇടേണ്ട ആവശ്യമില്ല. എങ്കിലും ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ MnO2 നമ്മൾ അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ 1/4 ഇഞ്ചിൻ്റെ സൈലക്സ് ഒന്നും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. കറക്റ്റ് റെഡി. വെള്ളത്തിൻ്റെ സ്റ്റോറേജ് വേണം. സ്റ്റോറേജ് കുറയാൻ പാടില്ല. ശരിക്കും ഇവിടെ കുഴപ്പമില്ല, ഹൈറ്റ് ഉണ്ട്, ഇത്ര ഉണ്ടല്ല. അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് ടാങ്ക് ഇപ്പോൾ ഈ മെയിൻ വാർക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇടണം. ഇത്രയും ഇടേണ്ടി വരും. ഇത്ര ഇടാൻ പാടുള്ളൂ. കാരണം വെള്ളത്തിൻ്റെ കളർ പോയിക്കോട്ടാ. എന്നാ പൈപ്പുകളാണ് വെള്ളത്തിൻ്റെ കളർ വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ വെള്ളം കളയാൻ വേണ്ടിയാണ്, കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കളയണം കേട്ടോ. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ അവസ്ഥ ഇവിടുത്തെ പൈപ്പുകളിൽ വരുന്ന വെള്ളം. ഈ പൈപ്പ് കഴിച്ചാലോ കഴിച്ച
ഓ ഒന്ന് പിന്നെ ശരിക്കും ഇത് നോക്കിയാണ്ട കുറിഞ്ഞു വരണ്ട നോക്കിയാ അണ്ടാ അത്രക്ക് അവസ്ഥ ഉണ്ടാ അണ്ടാ കുറുക്ക് ഭയങ്കര പ്രശ്നമുള്ള വെള്ളം ഉണ്ട് കണ്ടാ നോക്കി അപ്പോൾ അവിടെ നോക്കി അവിടെ ഇപ്പോൾ നോക്കിയാണ്ടാ ഇതൊക്കെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാ നമ്മ കട്ടേന് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ് ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളമല്ല ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളമാണ് ഇതേപോലെ വരാറ് ശരിക്കും ചിലയിടത്തൊക്കെ ബാക്ക് വാഷ് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ ഇങ്ങനെ ഇതിപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ടാങ്കിലുള്ള വെള്ളമാണ് നേരിട്ട് വരുന്നത് കേട്ടോ ഇത്രയും മോശമുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാ അപ്പോൾ ഈ വെള്ളമാണ് നമുക്കിന്ന് ക്ലിയർ ചെയ്യേണ്ടത് കേട്ടോ വേണ്ട നമ്മളിപ്പോൾ ഇവിടെ കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഇവിടേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് പൈപ്പ് കട്ടണമെങ്കിൽ വെള്ളം തുറന്ന് വിടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അവിടെ തുറന്ന് വിട്ട അവസ്ഥയിൽ കാണുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ ഓക്കെ അന്ന് വെച്ചൊക്കെ അങ്ങനെ ഒരു ഒന്നും ചെയ്യാണ്ടൊക്കെ വെച്ചേക്കും പറയാൻ പറ്റാത്ത ആൾക്കാർ അതാണ് ഏറ്റവും വലിയ പ്രശ്നം സെറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് വാഷ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തുറന്നു വിട്ട പൈപ്പ് ഉണ്ടത് അപ്പോൾ എത്രത്തോളം വെള്ളം ക്ലിയർ ആയി എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫിൽറ്റർ കഴിഞ്ഞ് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് കണ്ടാ ഇതാണ് വെള്ളത്തിൻ്റെ റിസൾട്ട് കേട്ടോ കാരണം ഒരു സിലിണ്ടർ വെച്ചിട്ടുള്ളൂ ഇത്രയും അഴുക്കും ടർബിഡിറ്റി ഇതൊക്കെ ഉള്ള വെള്ളം നമ്മൾ ശരിക്കും 2 സിലിണ്ടർ വെക്കേണ്ട അവസ്ഥയാണ് ഒരു സാൻഡ് സിലിണ്ടറും ഒരു അയൺ സിലിണ്ടറും വെച്ചിങ്ങായിട്ടും ഫിൽറ്റർ ചെയ്യേണ്ട അവസ്ഥയിൽ ഒരു സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് അത് ഒരു സിലിണ്ടർ വെച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള അല്ല എൻ്റെ കാര്യം ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരെണ്ണം വെക്കാൻ നിവർത്തിയുള്ളവരുണ്ടാവും അപ്പോൾ പരമാവധി അയണൊക്കെ നമ്മൾ അയൺ റിമൂവറൊക്കെ കൂടുതൽ നിറച്ചിട്ട് ഒരു സിലിണ്ടറിൽ നമ്മൾ കൊടുക്കണതാണ് ഇപ്പോൾ വീടിൻ്റെ ഓണർ നവാസ്ക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ നവാസ് കാർഡേക്ക് കൊടുക്കാം നമുക്ക് നവാസ്ക അപ്പോൾ ഇത് നമുക്ക് ശരിക്കും 2 ഇത് വെച്ച് കാട്ടി ചെയ്യേണ്ട ഇതുണ്ടെന്ന് അറിയാമല്ലോ അതിനറിയാം നമ്മളെ ഒരു പരിധി അനുസരിച്ച് നമ്മൾ ഒരെണ്ണത്തുമ്പോൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇത്ര നല്ല ക്ലിയറിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ റിസൾട്ട് ഇത് ഇനി പ്രശ്നം പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നമ്മൾ ഒരാഴ്ചയാണ് ബാക്ക് വാഷ് ചെയ്യാൻ പറയാറ് ഇവിടുത്തെ വെള്ളം ആയതുകൊണ്ട് ഈ വെള്ളം ഇതേപോലത്തെ വെള്ളം ഉള്ളവർ എന്ത് ചെയ്യണം 2 or 3 ദിവസം എത്തുമ്പോൾ എന്ത് ചെയ്യണം ബാക്ക് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഈ അടിഞ്ഞിരിക്കുന്ന ഈ ഊറി കിടക്കണ ഇതുണ്ടല്ലോ ഈ അഴുക്കുകൾ കംപ്ലീറ്റ് ഇതിന്റെ മുകളിൽ വന്നുകഴിഞ്ഞിട്ടുണ്ട് അടഞ്ഞിട്ട് ഇതുണ്ടാവും ഈ വെള്ളം അടിയിലേക്ക് കിട്ടാത്ത അവസ്ഥ വരും അപ്പൊ ഈ ഒരു പൈപ്പ് ഓർക്കുമ്പോ ഒരു പൈപ്പിൽ വെള്ളമില്ലാത്ത അവസ്ഥ വരും അപ്പൊ നമ്മളാ വീഡിയോ കണ്ടിട്ടൊന്നും വിളിച്ചാലട്ടാ നമ്മളെ അല്ലല്ല യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇതിലൊന്നും കണ്ടു വിളിച്ചാലല്ല നമ്മൊരു വർക്ക് ചെയ്തിട്ടുണ്ടായി പതിയാശ്ശേരിയിൽ അപ്പോൾ ആ വർക്കിൻ്റെ അപ്പുറത്ത് തന്നെ നവാസ്ക ജോലി ചെയ്യുന്നുണ്ടായി അങ്ങനെ നവാസ്ക ആ വീട്ടിൽ ആരിന് വെച്ചതെന്ന് ചോദിച്ച് വെള്ളത്തിൻ്റെ അവസ്ഥകളൊക്കെ ചോദിച്ചിട്ട് ആണ് എൻ്റെ നമ്പർ അവർ കൊടുത്തിട്ട് എന്നെ വിളിക്കുകയും കോൺടാക്ട് ചെയ്യും നമുക്ക് ഈ വർക്ക് കിട്ടുകയും ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഫിൽറ്റർ വെച്ച് കൊടുത്ത റിവ്യൂവിൻ്റെ നല്ലൊരു റിസൾട്ട് ആയതുകൊണ്ട് നമുക്ക് നവാസ്ക എന്തെങ്കിലും പറയാനെങ്കിൽ പറയാം അല്ല ഇത് ഇത്രയും വെള്ളം ക്ലിയർ ആക്കിയിട്ട് ഭയങ്കര സന്തോഷം ഇത്ര നാൾ ഉപയോഗിച്ചിരുന്നു വെള്ളമല്ല കണ്ട് കേട്ടോ സന്തോഷം അപ്പോൾ
ഇതേപോലെ വെള്ളം ക്ലിയർ ആക്കി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വെള്ളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഇതിങ്ങനെ അടിയിലേക്ക് താത്തിയിട്ട് ഇതിങ്ങനെ തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക കേട്ടോ. ഇങ്ങനെ തിരിച്ചിട്ട് രണ്ടിൽ കൊണ്ടുവരാം, ഒന്നിന്ന് രണ്ടിൽ കൊണ്ടുവരണം. മനസ്സിലായ? ഒന്നിന്ന് രണ്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ഉണ്ടാ ഇതൊക്കെ ഒരിത്തിരി ഇത്രയും മഞ്ഞ. അപ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ചെയ്തോളണം കേട്ടോ. ഇപ്പോൾ മോളിൽ നിന്ന് വന്ന വെള്ളത്തിൻ്റെ ഇതേടാ എടുത്തേടാ കണ്ടാ. ഇതിപ്പോൾ ബാക്ക് വാഷ് ചെയ്താണ് കേട്ടോ. പുതിയ സിലിണ്ടർ വെച്ചിട്ട് ഇപ്പോൾ ബാക്ക് വാഷ് ചെയ്ത വെള്ളത്തിൻ്റെ അവസ്ഥയുണ്ട് ഈ കാണുന്നത്. ഇത് നോക്കിയാൽ ഇത്രയും ചെളി നോക്കിയാൽ അടുപ്പിച്ചിരുന്നാണ്ടാ. അത്രക്ക് ചെളിന് വരുന്നത് കേട്ടോ. അതല്ലാണ്ട് ഇത് പഴയതല്ല. 2 ദിവസത്തെ എങ്ങനെ പറയാം എടുത്ത്. ഇതിപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ ഇത് സെറ്റ് ചെയ്തിട്ട്. ഇപ്പം തന്നെ ടാങ്കിൽ വെള്ളം അടിച്ച് കയറ്റിയിട്ടുള്ളൂ. ആ വെള്ളം ബാക്ക് വാഷ് ചെയ്തപ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. പുതിയ സിലിണ്ടർ വെച്ചിട്ടുള്ള ബാക്ക് വാഷ് ഉണ്ട്, അല്ലാണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ അല്ല ഇത്. ഇതിപ്പോൾ തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അടയാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും 2 ദിവസമൊക്കെ എത്തുമ്പോൾ എന്തായാലും ബാക്ക് വാഷ് ചെയ്തോ.